ഫൈനലാണെങ്കിൽ 3 ലക്ഷം കൊടുക്കാം. ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇത്. ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. 90 കൊടുക്കാം. 290 560 നമുക്ക് ഒരു BMW 5 സീരീസ് ഉണ്ടാവും കേട്ടോ. ഫുൾ ലോണില് ന്യൂ മോഡൽ വാഗൺ 10 രൂപ വണ്ടി ഇറക്കാം. ഫുൾ ലോൺ കേട്ടോ ഫ്രണ്ട്സ്. ബൈക്കിന്റെ EMI ബൈക്കിൽ നിന്നും കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷനുകളായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ വാഹനങ്ങളുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഓൾട്ടൊക്കെ നോക്കുന്നവർ ഷോറൂമിലേക്കാളും കൂടുതൽ കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും. 3000-4000 ഒക്കെ EMI ഒരു മാസം നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ വാഹനങ്ങൾ കയറ്റുമ്പോൾ റിഡ്സ് തവണ നോക്കുന്നവർക്ക് റിഡ്സിന്റെ ചാകര തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏത് വാഹനങ്ങൾ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ നേരെ സണ്ണിലേക്ക് പോകുന്നോളി. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിൽ നിന്ന് തിരു റോഡിൽ രണ്ടാലിലാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് റാഫിക് തന്നെയാണ് കൂടെ ഉള്ളത്. നമ്മളുടെ മൂന്നാമത്തെ ഒരു പാർട്ടാണ്. ലാസ്റ്റ് നമ്മൾ SUV ഒരു പൊളപ്പൻ ഓഫറിൽ ഈ ഒരു ഓൾട്ടോന്റെ പ്രൈസിനൊക്കെ ഉള്ള SUV ഡീസൽ SUV ഉണ്ടായിരുന്നു. മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളാണ്. അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിലൊക്കെ കൊണ്ടാ ഇത്തവണ ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റ് ഇല്ല. ഓൾട്ടോ ഇത് BS6 വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. KL55 നമ്മുടെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. റാഫിക് അതിന്റെ മോഡൽ 2019 ആ ഒരു BS6 സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ല ഇന്റീരിയർ ആണ്. ഒന്നും ചെയ്യിക്കാനില്ല, മെയിൻ്റെനൻസ് ഫ്രീ. അതേപോലെ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഇവിടുത്തെ 55 തിരൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ കൊടുക്കാം. 1 രൂപ പോലും വേണ്ട. 2,90,000 290 അല്ലേ? 2,90,000 ലോണും കൊടുക്കാൻ പറ്റും. അടുത്ത തവണ വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡൽ വണ്ടി. 2015 മോഡൽ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു 80,000 കിലോമീറ്റർ വണ്ടി ഓടി. 80,000 കിലോമീറ്റർ വേണ്ടി നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഈ വാഹനം നമുക്ക് ഫൈനലാണെങ്കിൽ നമുക്കൊരു 2,10,000 കൊടുക്കാം. 2,10 ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ? 1,80,000 ലോൺ കൊടുക്കാം. 10 രൂപ വണ്ടി ഇറക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. 1,80,000 ലോൺ. 1,80,000 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അത് നമുക്കൊരു ചെറിയ EMI. അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ 800 ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മോഡൽ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇതാണെങ്കിൽ 1,80,000 കൊടുക്കാം. 1,60,000 1,70,000 ലോൺ കൊടുക്കും. 10 രൂപ വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ 800 ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? മോഡൽ LXI വരുന്നത്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് 2,30,000 ഫുൾ ലോൺ ആയിട്ട് കൊടുക്കും. 2,30,000 ഫുൾ ലോൺ കേട്ടോ. അടുത്ത വീണ്ടും നമുക്ക് ഇതാണ് ഒരു 800 തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2014 മോഡൽ വണ്ടി. നല്ല സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് മാക്സിമം നമുക്ക് ലോൺ കൊടുക്കാം. 1,70,000 വണ്ടി ലോൺ കൊടുത്തിട്ട് 1,90,000 നമുക്ക് കൊടുക്കാം. അടുത്ത തവണ വീണ്ടും നമുക്ക് ഒരു ഓൾട്ടോ 800. ഇത് റെഡ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016-17 രജിസ്റ്ററുള്ള VXI വണ്ടിയായിരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലെ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം. ഇതും ഫുൾ ലോൺ തന്നെ കൊടുക്കാം അല്ലെ? 2,10 കൊടുക്കാം. 2,10 ഫുൾ ലോൺ കേട്ടോ. വീണ്ടും നമുക്ക് റെഡ് ഫിനിഷിംഗ് വണ്ടി തന്നെയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 1,70,000 കൊടുക്കാം. 1,70,000 അല്ലെ? ഒരു 10 രൂപ വണ്ടി ഇറക്കാം അല്ലെ? ഇനി അടുത്ത തവണ ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡൽ വണ്ടി. 2017 മോഡൽ അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഓടിക്കുന്നത് 1,ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇത്? ഓണർഷിപ്പ് 4ന്റെ പുറത്ത് ഓടിക്കുന്നത്. എത്ര രൂപ? 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? എന്തായാലും 1,80,000 ലോണും കൊടുക്കാം. 1,80,000 ലോണും ചെയ്യാം. അടുത്താണ് ഒരു ഓൾട്ടോ കേട്ടറിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അതും ബ്ലാക്ക് വണ്ടി കേട്ടോ. നല്ല പെർഫോമൻസും മൈലേജും കിട്ടുന്ന വണ്ടി. 11 മോഡൽ VXI വരുന്ന വണ്ടിയാണ്. അതിന് അന്നത്തെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. നമുക്ക് പിന്നെ AC പോസ്റ്ററിങ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ബ്ലാക്കിൽ വരുന്ന കേട്ടറിന് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് ഫൈനലാണെങ്കിൽ 1,35. 1,35 നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓഫർ പ്രൈസ് ആണ്. അടുത്ത തവണ അതേ ബഡ്ജറ്റിൽ ഒന്നുകൂടെ കംഫർട്ട് ഒക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇയോൺ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2011 വണ്ടിയാണ്. 2011 മോഡൽ വണ്ടി കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല യാത്രാ കംഫർട്ടും ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 1,10 കൊടുക്കാം. 1,10. അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിനാണ് നമുക്ക് ഈ വാഹനം തരുന്നത്. അടുത്ത ഇതിന്റെ ഇടയിൽ ഒരു പ്രീമിയം വെഹിക്കിൾ വരുന്നുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു BMW. ഇതേതായിരുന്നു സീരീസ്? 2007 മോഡൽ 5 സീരീസിൽ വരുന്നുണ്ട്. 5 സീരീസ് ആണ് വണ്ടി വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതാണെങ്കിൽ 5,60,000 ഫൈനലായിട്ട് കൊടുക്കും. 5,60,000 നമുക്ക് ഒരു BMW 5 സീരീസ് ഉണ്ടാവും കേട്ടോ. i20 ആണ്. i20 2013 ആണ് ഇത് വരുന്നത്. 2013 ഫ്ലൂയിഡിക് i20 അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഓടിക്കുന്നത് 1,30 ഓടിക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതാണ് ഫൈനലാണെങ്കിൽ 2,80,000 2,80,000 ചെയ്യാൻ പറ്റൂല. ഏകദേശം 10 രൂപ വണ്ടി ഇറക്കാം. മാക്സിമം ലോണിൽ നമുക്ക് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അടുത്ത വീണ്ടും ഫ്ലൂയിഡിക് തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ്. ഇതെങ്ങനെയാണ്? രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാം. 1,80,000 ഫൈനലിട്ട് കൊടുക്കാം. 1,80,000 നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി അല്ലേ? അടുത്ത ഇതാണ് നമുക്കൊരു ഫ്ലൂയിഡിക്
12 ബട്ടർ സ്റ്റാർട്ടിങ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ ആസ്ത അല്ലേ. ഇതാണെങ്കിൽ 2,30,000 മാക്സിമം 2 ലക്ഷം രൂപ അടുത്ത് ലോൺ കൊടുക്കാം. നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ട് ആണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, മൈലേജും കിട്ടുന്ന വണ്ടി അല്ലേ. യെസ്, നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം അല്ലേ. അടുത്തൊരു ബെൻസ് അല്ലേ. ഇത് ഏതായിരുന്നു? ഓൾഡ് പഴയ മോഡലാണ്, 2001 മോഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ആവശ്യക്കാർക്കാണെങ്കിൽ വണ്ടി 100 വണ്ടി എടുക്കാം. ഒരു വിന്റേജ് ടൈപ്പിൽ തന്നെ നമുക്കൊരു ബെൻസ് നല്ല മെക്കാനിക്, നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പുതിയ പേപ്പറിലാണ് വണ്ടി തരുന്നത്. ഈ 220 എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഫൈനൽ ആണെങ്കിൽ 3 ലക്ഷം രൂപ കൊടുക്കാം. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. താല്പര്യമുള്ളവരെ വിളിച്ചോട്ടെ. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള ഇ ക്ലാസ് 220 ബെൻസ് വെറും 3 ലക്ഷത്തി. വണ്ടി ഡ്രൈവ് ചെയ്ത് ആരും കൊണ്ടുപോകും. അത്രയും സ്മൂത്ത് ആണ്, അത്രയും സ്മൂത്ത്. നമ്മുടെ പ്രൈസ് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ഫൈനൽ ഇട്ട് കൊടുക്കും. 3 ലക്ഷം ഫൈനൽ കേട്ടോ. ഇനി ന്യൂ മോഡൽ വാഗ്നർ, അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇവിടെ തന്നെ 55 രജിസ്ട്രേഷൻ ഒക്കെ വരുന്നത്. എങ്ങനെ ഇത് മോഡൽ? 2019 വരുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഷോറൂം ഹിസ്റ്ററി പക്കുള്ള വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണില് ന്യൂ മോഡൽ വാഗ്നർ 4,20,000 രൂപ ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. 420 ഫുൾ ഓൺ കേട്ടോ. ഇനി വാഗ്നർ സ്റ്റിംഗ്രേ നോക്കുന്നവർക്ക് സ്പെഷ്യൽ എഡിഷൻ ആണ്. നല്ല വൈഡ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013-14 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്കൊരു ഫൈനൽ ആണെങ്കിൽ 2,30 കൊടുക്കാം. മാക്സിമം 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 2 ലക്ഷം രൂപ നമുക്ക് 30 രൂപ വണ്ടി ഇറക്കാം കേട്ടോ. ഇനി വാഗ്നർ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? പുതിയ പേപ്പറിൽ 2006 മോഡൽ 1 ലക്ഷം രൂപ കൊടുക്കും. 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. വരുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്തതാണ് വാഗ്നർ. 2005-10-11 രജിസ്റ്ററിലെ പുതിയ പേപ്പറിൽ 1,65 കൊടുക്കും. 1,65 നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊരു കിലോ 800, ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 2009 പുതിയ പേപ്പറിലാണെങ്കിൽ 70 രൂപ കൊടുക്കാം. 70 രൂപ കേട്ടോ. ഇനി അടുത്തൊരു ബലാനോ എങ്ങനെയായിരുന്നു? ഡീസൽ 2018 ഡീസലാണ് വരുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്നതാണ്. ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 6,30,000 രൂപ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അടുത്തത് ഒരു എത്തിയോസ് ലീവ് വരുന്നുണ്ട്. 2011-12 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 2,90 കൊടുക്കാം. 2,90 നമുക്ക് ചെയ്യാൻ പറ്റും. A-Star ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2010 മോഡല്. പുതിയ പേപ്പറിലാണെങ്കിൽ 1,20,000 രൂപ കൊടുക്കാം. VXI വണ്ടിയാട്ടോ. VXI അതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കുന്നത്? 1,25, 1,20 ഫൈനൽ ഇട്ട് കൊടുക്കും. 1,20 ഫൈനൽ പുതിയ പേപ്പറിലുള്ള പ്രൈസ് ആണ് കേട്ടോ. അടുത്താണ് വീണ്ടും ഒരു സാൻഡ്രോ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2011-12 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 1,15,000 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കാം. 1,15 ഫൈനൽ കേട്ടോ. അടുത്തൊരു മൈക്ര അല്ലെ. മൈക്രോ പൾസ് ഇല്ലേ? പൾസ് ആണ്, സെയിം ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ റെനോൾട്ടിൽ വരുമ്പോൾ നമുക്ക് പൾസ് എന്ന് പറയും. മൈക്ര തന്നെയാണ് വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡലാണ് വണ്ടി. 1,80,000 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കും. 1,80,000 ഡീസൽ വേരിയന്റ് ആണ്. സോ 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. അടുത്താണ് വീണ്ടും ഈ ഒരു സാൻഡ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2003 ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ 80 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കുക. 28 പേപ്പറും 28 പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അടുത്തൊരു കാപ്പ എഞ്ചിനിൽ വരുന്ന ഒരു ഐറ്റം ഉണ്ട് അല്ലേ. 11 വണ്ടി. ഫൈനൽ ആണെങ്കിൽ 1,40 സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടി. അടുത്ത് വീണ്ടും ഒരു സാൻഡ്രോ. ഇത് എങ്ങനെയാണ്? 2006 മോഡലാണ്. 75 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കുക. 75 രൂപ നമുക്ക് ഫൈനൽ ഇട്ടേ കൊടുക്കും. നല്ല അടിപൊളി കളറാണ് വരുന്നത്. നമുക്ക് നല്ല അടിപൊളി വാഹനം. നമുക്ക് 75 രൂപ ഫൈനൽ. അടുത്ത് നമുക്ക് റെനോ സ്കാല അല്ല. സ്കാല 2016 വണ്ടിയാണ്. അതായത് സണ്ണിനാണ് വണ്ടി. അത് നമുക്ക് റെനോൾട്ടിലെ ബാഡ്ജിങ് ആണ് മാത്രം. നല്ല മൈലേജും കംഫർട്ടൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2,70 ഫൈനൽ ഇട്ട് കൊടുക്കും. 2,70 നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ഇനി തവണ അതിന്റെ സണ്ണി വരുന്നുണ്ട്. മൈക്ക് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 ബട്ടർ സ്റ്റാർട്ടിങ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് കേട്ടോ. അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കും. 2 രൂപ ഫൈനൽ അല്ലേ. ഇനി അടുത്തൊരു ഇയോൺ. ഇത് എങ്ങനെയായിരുന്നു? 2015 മോഡലാണ് വണ്ടി. ഇതാണെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കും. 1,70, 1,80 ലോൺ കൊടുക്കുക. ഫൈനൽ ആണെങ്കിൽ നമുക്ക് 1,85 കൊടുക്കാം. 1,85 അല്ലേ. ട്രാക്കിന്റെ ഫുൾ ഓൺ തന്നെ വണ്ടി ഇറക്കാം. 14 വണ്ടി മാഗ്ന പ്ലസ് ആണ്. അതാണെങ്കിൽ 1,70 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാം. 1,70 നമുക്ക് ഈ ഓണിനെ വീണ്ടും സെയിം പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത നമ്മൾ വീണ്ടും ഒരു സണ്ണി. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 14-15 സണ്ണിയാണ്. ഇത് ഫൈനൽ ആണെങ്കിൽ 2.5 രൂപ ഇതും കൊടുക്കാം. 2 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇനി അതേ സെയിം കളറിൽ തന്നെ മറ്റൊരു മോഡല് സണ്ണിന്റെ വരുന്നുണ്ട്. ഇത് 2012 XP ആണ്. ഇത് 2,85 ഫൈനൽ. 2,85 ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് റിയൽ AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമ്മൾ ഡാറ്റ്സന്റെ ഗോ അല്ലേ. ഗോ എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡലാണ്. 1,75 ഒരു 10-20 രൂപ മുടക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു ഗോ പ്ലസ് 7 സീറ്റർ ഇല്ല. 2016 മോഡൽ വെറും 40,000 കിലോമീറ്റർ വണ്ടി. അടിപൊളി. നമുക്ക് BBSന്റെ വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ആഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. എത്ര രൂപ? 7 സീറ്റർ കൂടിയാണ് അല്ലേ. 2,25,000 രൂപ മാക്സിമം ലോൺ കൊടുക്കാം. അടുത്ത വീണ്ടും നമുക്ക് ആ സെയിം മോഡൽ 7 സീറ്റർ വണ്ടി. 2015 മോഡൽ വണ്ടി.
ഇത് മാക്സിമം 1.90 കൊടുക്കാം, ഫുൾ ഓൺ ആയിട്ട് മാക്സിമം കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു 5 സീറ്റർ ആണ് ലെഗോ. ഇത് 2015 വണ്ടിയാണ്. ഇതും 1.80 കൊടുക്കാം, ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സണ്ണിലായിരുന്നു. സോ നമ്മളൊരു മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ചില വാഹനങ്ങൾ ഇത്രയും വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വാഹനം എടുക്കുന്നുവെങ്കിൽ നമ്മൾ പുതിയൊരു വാഹനം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മൾ ലക്ഷങ്ങൾ സേവ് ചെയ്യുകയും ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്ററും ഫുൾ ഓണിലൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ഒത്തിരി വാഹനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിന് വീണ്ടും കാണാം. റിയാസ് ആൻഡ് റാഫിക സൈനിങ് ഓഫ്.